ലോകം മുഴുവൻ പോയി ദുഃഖിതരോട് രോഗികളോട് രക്ഷകനെ പറയാ, നിത്യജീവൻ പറയാ. ക്രിസ്തു ദൗത്യം പേറുവാൻ ആഗ്രഹമുള്ള ഇവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1-12 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥൻ തൻ്റെ 72 ശിഷ്യന്മാരെ താൻ പോകുവാനിരുന്ന നഗരങ്ങളിലേക്ക് മുൻകൂട്ടി അയക്കുന്നു. ദൈവരാജ്യം പ്രസംഗിക്കാനും ഗ്രാമങ്ങളിലെ രോഗികളെ സുഖപ്പെടുത്തുവാനുമുള്ള ഒരു ദൗത്യത്തിനായി യേശു തൻ്റെ ശിഷ്യന്മാരെ ഒരുക്കുന്നതിനെക്കുറിച്ചാണ് വചനം പ്രതിപാദിക്കുന്നത്. ഒന്നാമതായി യേശു തൻ്റെ ശിഷ്യന്മാരെ ഒരുക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരെ അവർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾക്കായി ഒരുക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി അവരോടൊപ്പം ഉണ്ടാകുമെന്ന് അവൻ അവർക്ക് ഉറപ്പ് നൽകുകയാണ്. ശിഷ്യന്മാരെ അയക്കുന്നു എങ്കിലും ക്രിസ്തുനാഥൻ അവരെ ഒരുക്കുക വഴി തൻ്റെ ആത്മശക്തി അവർക്ക് പകർന്നു കൊടുക്കുകയായിരുന്നു. രണ്ടാമതായി സമാധാനത്തിൻ്റെയും നീതിയുടെയും സന്ദേശം. സമാധാനം, നീതി, ക്ഷമ, രോഗശാന്തി എന്നിവയുടെ സന്ദേശം യേശു തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നു. അത് നൂറ്റാണ്ടുകളായി സഭയെ ഭരമേൽപ്പിച്ച അതേ സന്ദേശം തന്നെയാണ്. യഥാർത്ഥത്തിൽ അന്ന് ശിഷ്യന്മാരിലൂടെ കർത്താവ് സർവ്വജനത്തിനും വേണ്ടി നൽകിയ സന്ദേശത്തിൻ്റെ ചൈതന്യം ഇന്നും സഭയുടെ സുവിശേഷ വേലയിലും ദൗത്യത്തിലും നിറഞ്ഞു തന്നെ നിൽക്കുന്നു. കാരണം അതേ കർത്താവ് തന്നെ അതേ ചൈതന്യത്താൽ അതേ ഉത്തരവാദിത്വത്തോടുകൂടി നമ്മെ അത് ഏൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നത് തന്നെയാണ് സത്യം. 3. പ്രാർത്ഥനയുടെ പ്രാധാന്യം. യേശുക്രിസ്തുവിൻ്റെ വചനവും സ്നേഹവും പ്രചരിപ്പിക്കുവാനുള്ള നമ്മുടെ ആഗ്രഹം വർദ്ധിപ്പിക്കാൻ പ്രാർത്ഥന സഹായിക്കും. അതുകൊണ്ട് പ്രാർത്ഥന എന്നത് ഇവിടെ ക്രിസ്തു ദൗത്യത്തിന് വേണ്ടി നിന്നെ പ്രചോദിപ്പിക്കുന്ന ക്രിസ്തു ബന്ധമാണ്. പ്രാർത്ഥന ഏത് കാര്യത്തിനും ആവശ്യമാണ്. യേശുവിനെ നൽകുവാൻ ഉള്ള നിന്റെ ജീവിതയാത്രയിൽ കർത്താവിൻ്റെ ചൈതന്യമാണ് പ്രാർത്ഥന. പ്രാർത്ഥന ക്രിസ്തുവിനെ പങ്കുവച്ച് നൽകുവാനുള്ള മാനദണ്ഡമാണ്. 4. കൂട്ടായ പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം. ദൈവരാജ്യം ഒരിക്കലും സ്വന്തം നിലയിൽ വ്യാപിക്കുന്നില്ല. ക്രൈസ്തവ സമൂഹങ്ങൾക്ക് കൂട്ടായ പ്രവർത്തനം, പ്രാർത്ഥന, ഇടപെടൽ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ BCCകൾ, പ്രാർത്ഥനാ കൂട്ടായ്മകൾ ഏറ്റവും സമ്പൂർണമായി നമ്മുടെ ദേവാലയ ആരാധനകൾ അർത്ഥവത്തായി മാറുന്നത്. 5. വിശ്വാസത്തിൻ്റെ പ്രാധാന്യമാണ്. ദൈവരാജ്യത്തിനായി പ്രവർത്തിക്കുമ്പോൾ തന്നിൽ ആശ്രയിക്കാൻ തൻ്റെ ശിഷ്യന്മാരെ യേശു പ്രോത്സാഹിപ്പിക്കുകയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി നീ പ്രവർത്തിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ നാഥനായ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നീ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ യാത്രാശൈലി, നിങ്ങൾ കൊണ്ടുപോകേണ്ടത്, നിങ്ങൾ എന്തൊക്കെ എടുക്കണം, എന്തൊക്കെ എടുക്കണ്ട, നിങ്ങൾ എവിടെ താമസിക്കണം, എങ്ങനെ താമസിക്കണം, നിങ്ങൾ എങ്ങനെ ഇറങ്ങിപ്പോകണം, നിങ്ങളുടെ തിരസ്കരണത്തിന് നിങ്ങൾ നൽകേണ്ട മറുപടി എന്താണ് എന്നൊക്കെ കർത്താവ് വളരെ വ്യക്തമായി ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. അവിടെയെല്ലാം നിന്നെ നയിക്കേണ്ടത് വിശ്വാസം തന്നെയാണ്. 6. ആതിഥ്യ മര്യാദയുടെ പ്രാധാന്യമാണ്. പട്ടണങ്ങൾ ശിഷ്യന്മാരെ സ്വീകരിക്കുകയാണെങ്കിൽ അവർ അവരുടെ ആതിഥ്യം സ്വീകരിക്കണം. മനുഷ്യനും തമ്മിലുള്ള നല്ല ബന്ധത്തിൻ്റെ മധ്യേ ദൈവം ഇടപെടുന്നതിൻ്റെ പേരാണ് സുവിശേഷവൽക്കരണം. യേശുവിന് വേണ്ടി നീ നടത്തുന്ന യാത്രകൾ മറ്റുള്ളവരുമായുള്ള നിൻ്റെ നല്ല സ്നേഹത്തിൻ്റെ, സാമീപ്യത്തിൻ്റെ, സ്വീകാര്യതയുടെ ഒക്കെ മധ്യത്തിൽ ആകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അവർ നിന്നെ സ്വീകരിക്കേണ്ടതും നീ അവരുടെ ആതിഥ്യം സ്വീകരിക്കേണ്ടതും യേശുവിൻ്റെ നാമത്തിലും സുവിശേഷത്തിനും ദൗത്യത്തിനും വേണ്ടിയാകണം എന്ന് കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ തിരസ്കരിക്കപ്പെടുമ്പോൾ നിങ്ങളെ അല്ല, സത്യത്തിൽ ദൈവസാന്നിധ്യത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ പൊടി പോലും അവർ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആയതിനാൽ നിങ്ങളുടെ കാലിലെ പൊടി അവിടെ തട്ടിക്കളഞ്ഞ് സാക്ഷ്യമായി നിങ്ങൾ മുന്നോട്ട് പോകണം. 7. ഒരു കൊയ്ത്തുകാരൻ ആയിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം.
വിളവെടുപ്പ് വയലിൽ ജോലി ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെടുന്നു. നന്മകൾ കൊയ്യുവാൻ, നന്മകൾ നൽകുവാൻ നമ്മുടെ ജീവിതത്തിന് ആകണം. കൊയ്തെടുക്കുവാൻ പോകുന്ന നിന്നിൽ കതിരുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ കൃപയുടെ പങ്കുവയ്ക്കലിൻ്റെ വചന കതിരുകൾ. ദൈവസ്നേഹത്തിന് വേണ്ടി നമുക്ക് യാത്ര ചെയ്യാം. സുവിശേഷത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം. ഓരോ വ്യക്തികളിലും ക്രിസ്തു സാന്നിധ്യ അവബോധത്തോടുകൂടി നമുക്കിടപെടാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സുവിശേഷം പറയാൻ പോയിടാം, എൻ്റെ രക്ഷകനെ പറയാൻ പോയിടാം. സുവിശേഷം പറയാൻ പോയിടാം, എൻ്റെ രക്ഷകനെ പറയാൻ പോയിടാം. ലോകം മുഴുവൻ പോയി പോയി ദുഃഖിതരോട്, രോഗികളോട് രക്ഷകനെ പറയാം, നിത്യജീവൻ പറയാം. ലോകം മുഴുവൻ പോയി പോയി ദുഃഖിതരോട്, രോഗികളോട് രക്ഷകനെ പറയാം, നിത്യജീവൻ പറയാം. ആത്മക്കൾ കൂടെയവനെ, ആത്മക്കൾ കൂടെയവനെ, ആത്മക്കൾ തരേണമേ, ആത്മക്കൾ തരേണമേ. ആത്മക്കൾ കൂടെയവനെ, ആത്മക്കൾ കൂടെയവനെ, ആത്മക്കൾ തരേണമേ, ആത്മക്കൾ തരേണമേ. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കമാണേ. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കമാണേ. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനെ വേലക്കാര് തരണേ, വേലക്കാര് തരണേ. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനെ വേലക്കാര് തരണേ, വേലക്കാര് തരണേ. ആത്മക്കൾ കൂടെയവനെ, ആത്മക്കൾ കൂടെയവനെ, ആത്മക്കൾ തരേണമേ, ആത്മക്കൾ തരേണമേ. ആത്മക്കൾ കൂടെയവനെ, ആത്മക്കൾ കൂടെയവനെ, ആത്മക്കൾ തരേണമേ, ആത്മക്കൾ തരേ